ശരി ജയസൂര്യൻ, ഈ ടൈമിങ്ങിനെയാണ് ആം ആദ്മി പാർട്ടി എതിർക്കുന്നത്. അങ്ങനെ ഒരു പിടിവള്ളി ഇപ്പൊ വേണമെങ്കിൽ പറയാം എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഈ ആം ആദ്മി പാർട്ടി BJPയുടെ ബി ടീമാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അതായത് കേജ്രിവാളും മോദിയും തമ്മിൽ വലിയ അന്തർധാരയുണ്ട് എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ ഈ കേജ്രിവാളിനെ ഇത്രമാത്രം ഭയപ്പെടാനുള്ള വലിപ്പമൊന്നും കേജ്രിവാളിനില്ല, ആം ആദ്മി പാർട്ടിക്കും ഇല്ല. കാരണം കേജ്രിവാൾ ഡൽഹി ഭരിക്കുമ്പോൾ തന്നെ, ഇത്ര വലിയ ജനപിന്തുണ ഉള്ളപ്പോൾ തന്നെ, പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 7 സീറ്റും ഡൽഹിയിൽ BJP ജയിച്ചതാണ്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ ഓവർകം ചെയ്യാൻ, ശ്രീ ജയേന്ദ്രൻ സാർ പറഞ്ഞ പോലെ അതിനെ ഒന്നിനെയും ഓവർകം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. മാത്രമല്ല ആം ആദ്മി പാർട്ടി നിലവിലുള്ള പ്രദേശങ്ങളും ഇപ്പൊ പ്രവർത്തിക്കുന്ന പ്രദേശങ്ങളും എടുത്ത് പരിശോധിച്ചാൽ വൻ വിജയം BJP നേടിയ പ്രദേശങ്ങളാണ്. പഞ്ചാബ് ഒഴികെ. പഞ്ചാബിൽ പണ്ടേ BJP ദുർബലമാണ്. അങ്ങനെ നോക്കുമ്പോൾ രാഷ്ട്രീയ എതിരാളി എന്ന് പറഞ്ഞ് വലിപ്പം കൽപ്പിക്കാൻ മാത്രം പോലും ആം ആദ്മി പാർട്ടിക്കോ കേജ്രിവാളിനോ BJPയുടെയോ മോദിയുടെ മുമ്പിൽ യാതൊരു വലിപ്പവുമില്ല. അല്ല, അങ്ങനെ ഒരു പ്രധാന മുഖം എന്ന കാര്യമുണ്ടല്ലോ. അല്ലല്ല, അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ ഒരു മുഖമാണ്. അത് മാത്രമല്ല, ഡൽഹിയിലെ ഭരണം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. BJPയെ നേരിട്ട്, കോൺഗ്രസിനെ നേരിട്ട് അധികാരത്തിലെത്തുകയും ചെയ്തു. പലതവണ, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത്, അങ്ങനെ പലതവണ അധികാരത്തിൽ എത്തിയ ഡൽഹിയില് 7 ലോക്സഭാ സീറ്റ് ഉള്ളതിൽ ഒരൊറ്റ സീറ്റ് ജയിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് പറ്റുന്നില്ല. ലോക്സഭയിലേക്ക് ഇലക്ഷൻ വരുമ്പോൾ മുഴുവൻ സീറ്റും BJP തൂത്തുവാരുക ചെയ്യുന്നത്. ഇത്തവണ അലയൻസ് വന്നതിന്റെ ഭാഗമായി BJPയെ സംബന്ധിച്ചില്ല. ടൈമിംഗ് ഉണ്ടല്ലോ, അലയൻസായി 7 സീറ്റും ഇന്ത്യ സഖ്യം നേടുമെന്ന് കണ്ടതിന്റെ ഭാഗമായിട്ടാണോ ഈ അറസ്റ്റ്? അതാ ചോദ്യം. അല്ല, ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. എന്നെ ഒന്ന് പറയാൻ അനുവദിച്ചാൽ മതി. എവിടെയാണ് ഈ ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയ കൺവീനർ BJPയുടെ കൂടെയാണ്. ഇന്ത്യ സഖ്യത്തിന് മുൻകൈ എടുത്ത അങ്ങനെ പലരും നിങ്ങളുടെ കൂടെ വന്നതിന്റെ ലിസ്റ്റ് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് പേര് നിങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. ആ വന്നതിന്റെ സാഹചര്യം എന്താണെന്ന് നമുക്കറിയാം. നിങ്ങൾ കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബംഗാളിൽ നിങ്ങളുടെ MP എന്താ ED തടസ്സപ്പെടുത്തുകയാണ്. ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ നിങ്ങൾ തടസ്സപ്പെടുത്തുകയാണ്. എനിക്ക് സംസാരിക്കാൻ അവസരം തരണം. താങ്കൾക്ക് സംസാരിക്കാൻ അവസരം വരുമ്പോൾ ഞാൻ മിണ്ടാറില്ലല്ലോ. എന്നിട്ട് ഞാൻ എന്തെങ്കിലും മറുപടി പറയുമ്പോൾ താങ്കളുടെ ചോദ്യം, താങ്കൾ ഉന്നയിച്ച കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയുമ്പോൾ താങ്കൾ എന്തിനാ ബഹളം ഇട്ടുകൊണ്ട് വരുന്നത്? അപ്പൊ ഇതൊക്കെ ഒരു ആം ആദ്മി പാർട്ടിക്ക് ചേർന്നതാണോ എന്നാ ഞാൻ ചോദിച്ചു. നിങ്ങൾ എന്ത് ആം ആദ്മി പാർട്ടിയാ? എന്ത് മര്യാദയായി കാണിക്കുന്നത്? നിങ്ങളുടെ ഈ വർത്തമാനം കേൾക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ മനസ്സിലാക്കുമല്ലോ, ഇവരുടെയൊക്കെ നേതാവല്ലേ കേജ്രിവാൾ. അയാൾ ഇതും ചെയ്യും, ഇതിൽ അപ്പുറം ചെയ്യുമെന്ന് തോന്നില്ലേ? ഞാൻ ഒന്ന് പറഞ്ഞു പൂർത്തിയാക്കിക്കോട്ടെ. ടൈമിങ്ങിനെ കുറിച്ചാണ് ഇവിടെ മഞ്ജുഷ് എന്നോട് ചോദിച്ചത്. അപ്പോ ക്രിമിനൽ നടപടി ക്രമങ്ങൾക്ക് തെരഞ്ഞെടുപ്പെന്നോ തെരഞ്ഞെടുപ്പില്ല മറ്റൊരു സമയമെന്നോ ഇല്ല. അത് കോടതിയും അന്വേഷണ ഏജൻസികളും തെരഞ്ഞെടുപ്പ് നോക്കിയിട്ടല്ല വിധി പ്രഖ്യാപിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നോക്കിയിട്ടല്ല അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുന്നത്. അതിനെ ഇതുമായി കൂട്ടിക്കെട്ടുന്നത് രാഷ്ട്രീയ ദൗർബല്യം കൊണ്ട് മാത്രമാണ്. തെരഞ്ഞെടുപ്പ് വരികയോ പോവുകയോ ചെയ്യട്ടെ, അത് നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ നിയമ നടപടികൾ കോടതിയിൽ മുന്നോട്ട് പോകും. അന്വേഷണ ഏജൻസികൾക്ക് അവരുടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. അവിടെ ആർജവമുള്ള ഒരു രാഷ്ട്രീയ നേതാവും രാഷ്ട്രീയ പാർട്ടിയും പറയേണ്ടത്, ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിനെയും ഭയമില്ല, ജനങ്ങളെയും ഭയമില്ല, ഞങ്ങൾ സത്യസന്ധമായിട്ട് ഇതിനെ നേരിടുക തന്നെ ചെയ്യും, അഗ്നിശുദ്ധിയോടുകൂടി പുറത്തു വരും എന്ന് പറയാതെ ഇപ്പോൾ ഇവിടെ പ്രതിപക്ഷ ഐക്യമുണ്ട്, ഐക്യത്തെ തകർക്കാനാണ് എന്നൊക്കെ പറയുന്നു. ഞാൻ പറയുന്നു, വോട്ടെടുപ്പിന്റെ സമയമാകുമ്പോഴേക്കും ഇപ്പോൾ ഉള്ള മുന്നണിയിലെ ഘടകകക്ഷികൾ പോലും ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാവില്ല. ഓരോ ദിവസവും പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, പാർട്ടികൾ പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പ് കൊണ്ടോ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന വലിയൊരു മുന്നേറ്റം കൊണ്ടോ ഒന്നും ഭയപ്പെടാൻ ഇന്നിപ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് യാതൊരു കാരണവുമില്ല. കാരണം ഇന്ത്യ മുന്നണി ഇല്ല. ഇന്ത്യ മുന്നണി എവിടെയാ ഉള്ളത്? കേരളത്തിൽ നോക്കൂ, 20 പാർലമെന്റ് മണ്ഡലമുള്ളതിൽ BJP സഖ്യം 20 സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ ഈ കേരളത്തിൽ കോൺഗ്രസിനും CPM-നും ഏറ്റവും കൂടുതൽ സീറ്റുള്ള കേരളത്തിൽ അവര് 40 സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു. എന്ത് ഇന്ത്യ മുന്നണിയാ ഉള്ളത്? അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റേറ്റ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ അവസ്ഥ എന്താണെന്ന്. അപ്പോൾ ഇന്ത്യ മുന്നണിയെ കണ്ട് ഭയപ്പെട്ടിട്ടല്ല, ഐക്യത്തെ കണ്ട് ഭയപ്പെട്ടിട്ടല്ല, കേജ്രിവാളിനെ കണ്ട് ഭയപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല. യഥാർത്ഥത്തിൽ കേജ്രിവാൾ ഉന്നയിച്ച അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ഉന്നയിച്ച ആശയങ്ങൾ, അവർ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ വസ്തുനിഷ്ഠമാണ് എന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായി സഹകരിക്കൂ ഗവൺമെന്റിനോടും അതുപോലെ തന്നെ കോടതിയോടും. ഞാൻ സയ്യിദ് പടിക്കലിലേക്ക് പോകുന്നതിന് മുമ്പ്